കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ താമരശ്ശേരി സ്വദേശി അർഷാദിനെ വിട്ടയച്ചെങ്കിലും വലിയ ആശങ്കയുണ്ടെന്ന് കുടുംബം പറയുന്നു. സുരക്ഷ ആവശ്യപ്പെട്ട പോലീസിനെ സമീപിക്കുമെന്നാണ് അർഷാദിൻ്റെ പിതാവ് അലി 24നോട് പറഞ്ഞത്. ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആണ് ഭാര്യ ഹഹലയുടെ പേടി. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കും. ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് ഇവിടുന്നൊരു നടപടി ഇവിടുന്ന് കിട്ടണം. സാധാരണ ഒരു വധഭീഷണി പിന്നെ കുടുംബത്തിനായാലും വേറെ ആർക്കാണെങ്കിലും ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവലുണ്ട്. അത് ഇവിടുന്ന് വേണോ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളെ പരിധിപ്പെട്ട സ്റ്റേഷനാണ് ചേവായൂർ, അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുള്ള അറിയില്ല. അപ്പം ഏതായാലും അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയൊന്നും പറ്റരുത്, അത്രയേ ഉള്ളൂ. അതിനെന്തെങ്കിലും സുരക്ഷ ചെയ്യണം. ഭയങ്കര ഒരു പേടിയായിപ്പോയി ഇത്. ഇപ്പോഴും സമാധാനമായില്ല, നെഞ്ചിലൊരു പേടി പിന്നെയുണ്ട്. ഞങ്ങൾക്ക് ഭർത്താവിന് നല്ല സുരക്ഷ വേണം ഇനി മുന്നോട്ട് അങ്ങോട്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ഹർഷാദ് എന്ന മൊബൈൽ ഷോപ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയത്. 33കാരനെ തട്ടിക്കൊണ്ടുപോയ ശേഷം 2 ദിവസമാണ് തടങ്കിൽ വെച്ചത്. 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാകുമെന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് വൈത്തിരിയിലെ ഒരു റിസോർട്ടിൽ നിന്ന് ഈ യുവാവിനെ പുറത്തേക്ക് ഇറക്കുകയും പിന്നീട് റോഡ് അരികിൽ ഇറക്കിവിടുന്ന ഒരു ഘട്ടമുണ്ടായത്. സംഭവത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നു. 4 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതികൾ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന 2 കാറുകളും അതുപോലെ തന്നെ ഒരു ലോറിയും ഈ ഹർഷാദ് സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞിട്ട് കൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനുപയോഗിച്ച ലോറി ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഹർഷാദിനെ വിട്ടുകിട്ടി എന്നിരുന്നാലും വലിയൊരു ആശങ്ക ഇപ്പോഴും ഈ കുടുംബത്തിന് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയൊരു കൊട്ടേഷൻ സംഘമാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. കാരാട്ട് സ്വദേശിയായിട്ടുള്ള സൽമാൻ എന്നുള്ള പ്രവാസി നൽകിയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. അതിലാണ് ജാബിറും സംഘവും ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുകയും യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. യുവാവിനെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ കുടുംബം വലിയ ആശങ്ക പങ്കുവെക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തട്ടിക്കൊണ്ടുപോകാനും അപായപ്പെടുത്താനുമുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ സുരക്ഷ വേണം എന്നുള്ള ഒരു ആവശ്യം ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പിതാവും അതുപോലെ തന്നെ ഹർഷാദിന്റെ ഭാര്യയായിട്ടുള്ള ഷഹലയും മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംഭവം നടന്ന താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ചേവായൂർ പോലീസ് സ്റ്റേഷനിലോ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്ന കാര്യമാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഏതായാലും ഹർഷാദിന് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. ഹർഷാദ് ചികിത്സ തേടുന്നുമുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നു. കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ ഇന്നലെ റിമാൻഡിൽ പോയിട്ടുണ്ട്. ആ 4 പേരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. SKN. താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.